ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുവാണ്. ഇടുമോയെന്നറിയത്തില്ല. കുറേ വീഡിയോസ് ഇങ്ങനെ എടുക്കാറുണ്ട്, പക്ഷെ ഇടാറില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ UK എത്തിയിട്ടുണ്ട്, ലാൻഡ് ആയിട്ടുണ്ട്, എയർപോർട്ടിലുണ്ട്. വിളിക്കാൻ രാഹുൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി അങ്ങ് നിൽക്കുക. നീ വന്ന് മറ്റേ വൃത്തിയിട്ട രൂപത്തിൽ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. അതിന് മുമ്പ് വേറെ കുറച്ച് കള്ളത്തരങ്ങൾ ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മമ്മിക്ക് ലേശം വൃത്തിയുടെ അസുഖം കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ മൊത്തം ക്ലീനിങ് ആയിരുന്നു. നമ്മൾ രണ്ടും മാത്രമുള്ളപ്പോൾ എങ്ങനെയെല്ലാം പോയി കിടന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ ബെഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയത്, അതൊക്കെ സെറ്റ് ചെയ്തു. ഫാൻ വാങ്ങി, അതെല്ലാം സെറ്റ് ചെയ്തു. ഇതെല്ലാം നമ്മൾ തന്നെ പണിയെടുത്ത് സെറ്റ് ചെയ്യണം ഗൈസ്. ഇന്നലെ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ടാണ് നമ്മൾ ബെഡും മാട്രസും മാട്രസ് പിന്നെ അഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. അത് പിന്നെ തന്നെത്താൻ പൊങ്ങി വന്നോളും. പക്ഷേ ബെഡ് ഫ്രെയിം ഉണ്ടാക്കൽ വലിയൊരു പണിയായിരുന്നു ഇന്നലെ. ഇപ്പോൾ രാഹുൽ ഒറ്റ ദിവസം ഇരുന്ന് മെനക്കെട്ടിട്ടാണ് അത് ശരിയാക്കിയത്. പിന്നെ റൂമൊക്കെ അമ്മയ്ക്കുള്ള കട്ടിലും മാട്രസും ഒക്കെ പിടിച്ചിട്ടു. അപ്പം ഈ റൂമാണ് മമ്മിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഊള ബെഡ്ഷീറ്റ് കഴുകി വൃത്തിയാക്കിയതാണ്, പക്ഷെ കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ആ ബെഡ്ഷീറ്റ് പിടിച്ചു. ഇത് പഴയ സിംഗിൾ ബെഡ് ഫ്രെയിമാണ്. അത് ആക്ച്വലി എങ്ങോട്ടും മാറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ മൂലയിൽ ഒതുക്കി. ഇത് ബെഡ്, ഫാൻ ഫിറ്റ് ചെയ്തു. പിന്നെ സൈഡിൽ നമ്മുടെ തുണി ഉണക്കുന്ന സ്റ്റാൻഡുണ്ട്. അതൊന്നും വേറെ എങ്ങും വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി വേറെ ഒരു കുഞ്ഞു റൂം കൂടെ ഉണ്ട്, അങ്ങോട്ടെടുത്ത് മാറ്റാം. പിന്നെ ഇതാണ് മമ്മിയുടെ വ്യൂ. അടിപൊളിയല്ലേ? ഞങ്ങളുടെ കള്ളത്തരം എന്തോന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ കള്ളത്തരം. നമ്മൾ വന്ന സമയത്ത്, ഇപ്പോൾ ഒക്ടോബറിലായിരുന്നു ഞങ്ങൾ വന്നത്, ഭയങ്കര വിളക്കത്തീരും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് വീട്ടിൽ ഇൻസ്പെക്ഷൻ ആൾ വന്നത്. അത് ഇങ്ങനെ ട്വൈസ് ഇൻ എ ഇയർ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇനി വിളക്കത്തിച്ചിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അന്ന് നമ്മളെടുത്ത് മാറ്റി വെച്ചത്. പിന്നെ വിളക്ക് എത്തിച്ചിട്ടില്ല. അപ്പം അത് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അത് എടുത്ത് താഴെ കൊണ്ടുപോയി വിളക്ക് എത്തിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇതൊരു ബാറ്ററി ഇടാത്തൊരു ക്ലോക്കും, അത് 5 തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വിളക്കത്തിക്കുന്നത് സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്ന് വിളക്ക് നല്ല ടിഷ്യൂ ഒക്കെ ഇട്ട് തുടയ്ക്കുകയാണ്. എനിക്ക് ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ നല്ലതായിട്ട് കിതയ്ക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ. ഒന്നാമത് പ്രഗ്നൻസി റിലേറ്റഡും പിന്നെ എൻ്റെ ഒരു മൂക്കടഞ്ഞിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ അന്ന് കത്തിച്ച് കരിന്തിരി അരിഞ്ഞ വിളക്ക് അതുപോലെ എടുത്ത് വെച്ചതുകൊണ്ട് വിളക്ക് ക്ലീനാക്കി അയച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം തുടച്ച്, അവിടെ അധികം പൊടിയൊന്നും ഇല്ലാത്ത ഏരിയ, നമ്മളധികം യൂസും ചെയ്യത്തില്ല. ഒരു പൊടി കയറാനുള്ള അവിടെ അധികം പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ ഒരുക്കി തിരിയെല്ലാം ഇട്ട് വിളക്കൊക്കെ കത്തിച്ചു. എന്നിട്ട് ആക്ച്വലി ഞാൻ ലൈറ്റർ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയായിരുന്നു. പിന്നെ ഞാൻ പോയി ഗ്യാസിൽ നിന്ന് തീ കത്തി കൊണ്ടുവന്ന് അത് വിളക്കൊക്കെ കത്തിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. സേഫായിട്ട്, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് തന്നെ ട്രാവൽ ചെയ്യുന്നത്. വീടിന് വെളിയിൽ തന്നെ എങ്ങും പോയിട്ടില്ല. അപ്പോൾ സേഫായിട്ട് ഇങ്ങനെ എത്തിയല്ലോ എന്ന ആശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി ഗൈസ്. ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് രാഹുലിന് അയച്ചു കൊടുത്തായിരുന്നു. രാഹുൽ തലേന്നേ പറഞ്ഞു നമുക്ക് വിളക്ക് കത്തിക്കണം, സെറ്റാക്കണമെന്നൊക്കെ. പിന്നെ ഞാൻ നല്ല സുട ദോശയൊക്കെ ഉണ്ടാക്കി. നല്ല മുരിഞ്ഞ് അടിപൊളി ദോശയായിരുന്നു. എന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കി ചായ ഇട്ടു. അപ്പോഴത്തേനും അമ്മ വന്നു. ഞാൻ അടുക്കളയിലായിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. അമ്മ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നാഗവല്ലി മറ്റേ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്നതിൻ്റെ കൂട്ട് കൊണ്ടുവന്ന ഓരോ സാധനങ്ങളെടുത്ത് ഇങ്ങനെ ഇട്ട് കാണിക്കുമായിരുന്നു. അതിന് അമ്മ പോയി ദോശയൊക്കെ കഴിച്ച്. പിന്നെ ഫ്രിഡ്ജ് എടുത്ത് വയ്ക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, ചക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെടുത്ത് വെച്ചു. പിന്നെ കുഞ്ഞിന് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് മോനെ വിളിച്ചിട്ട് എക്സ്പീരിയൻസ് പറയുക. ഡോക്ടർ, അപ്പൊ ഞാൻ പറഞ്ഞ
അപ്പോഴേ പാസ്പോർട്ടിനകത്തൊട്ട് സീല്. ഓക്കെ ഓക്കെ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ 3 മാസമായിട്ട് അമ്മയോട് പറയാണ് ആണെങ്കിൽ 1 മാസം നിക്കാനാ വരുന്നത്, 1 മാസം നിക്കാനാ വരുന്നതെന്ന് പറയണമെന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് 6 മാസം നിക്കാനാന്ന് പറഞ്ഞു. അത് ആവല്ല, 5 ദിവസം 5 മാസം എന്ന് പറഞ്ഞു, 5 മന്ത്. അത് കഴിഞ്ഞപ്പോ ഗോ ഗോ ഓക്കെ ഓക്കെ പറഞ്ഞു. താങ്ക് യു. അല്ല നമ്മളോടാ കളി. എന്നോട് ഒരു സായിപ്പ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് 2 ഞാൻ നടക്കും. അവസാനം എനിക്ക് ഹെൽപ്പ് വേണം, ഈ സീറ്റ് ബെൽറ്റ് ഇടാനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ അന്നേരം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അയാൾ തന്നെ പിന്നെ പിടിച്ചിട്ട് വന്നു സീറ്റ് ബെൽറ്റ്. അത് കഴിഞ്ഞിട്ട് ബാഗ് എടുക്കണമായിരുന്നു, ബാഗ് എടുക്കാൻ ഞാൻ പറഞ്ഞ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിച്ചു. അവസാനം അന്നേരം ബാഗ് എടുത്തായിരുന്നു മേളി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ പിന്നെ അബുദാബിയിൽ നിന്ന് ഒരു സായിപ്പ് പെണ്ണും ഒരു സായിപ്പ് ചെറുക്കനും നടുക്ക് ഞാനുമായിരുന്നു. സീറ്റ് നമ്പർ ഒന്നും അറിയത്തില്ല. 21 കണ്ടെന്ന് നട കഴിഞ്ഞപ്പോഴേ ഞാൻ വിൻഡോയുടെ സൈഡിൽ ചെന്നിരുന്നു. അപ്പൊ കൊണ്ട് സായിപ്പ് ചെറുക്കൻ വന്നത് പ്ലീസ് മാഡം, പിന്നെ അത് പുള്ളിയുടെ സീറ്റാന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ എണീറ്റ് ഞാൻ ഇപ്പുറത്ത് വന്നു. ഞാൻ നടുക്കും, ഇപ്പുറത്തെ ഒരു പെണ്ണും. അവസാനം അയ്യോ എന്തോ ഒരു നല്ല ശീലമുള്ളൊരു സായിപ്പ് കൊച്ച് പെങ്കൊച്ച്. അവസാനം ഇങ്ങോട്ട് പേര് ചോദിച്ചു.